അപ്പോൾ നമുക്ക് ഈ ഗോതമ്പപ്പം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് വെള്ളം, 5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഏകദേശം ഈ വലിപ്പമുള്ള ഒരു പീസ് ശർക്കര 1/4 കപ്പ് വെള്ളം ചേർത്ത് ഉരുക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ ഒരു പഴം എടുത്തിട്ടുണ്ട്. ഈ പഴം നമ്മുടെ നാട്ടിലെ റോബസ്റ്റ് പഴത്തിൻ്റെ അത്ര വലിപ്പമുണ്ട്. നിങ്ങൾ ചെറുപഴമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2 എണ്ണം, അല്ലെങ്കിൽ തീരെ ചെറിയ പഴമാണെന്നുണ്ടെങ്കിൽ 3 എണ്ണം എടുത്താൽ മതിയാവും. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് വേണ്ടത്. ഇനി നമുക്ക് മാവ് തയ്യാറാക്കാം. മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ബൗൾ എടുക്കുക. ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇടുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിടുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് പഴം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇനി നമുക്ക് തേങ്ങ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് ശർക്കര ഉരുക്കി വെച്ചേക്കുന്നത് ചേർക്കാം. ഞാനിപ്പം 4 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. ശർക്കരയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. പക്ഷേ ശർക്കര ചേർത്തുണ്ടാക്കുന്നതിനാണ് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ആദ്യമേ തന്നെ മുഴുവൻ വെള്ളവും ചേർക്കണ്ട. നമുക്ക് നന്നായിട്ട് കുഴച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം മുഴുവൻ ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നമ്മുടെ അടുത്ത് വെച്ച 1/2 കപ്പ് വെള്ളം ഫുള്ള് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക്. നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ? ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഇനി നമുക്ക് അപ്പം റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ സ്റ്റവിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴത്തേനും നമുക്ക് മാവ് ഒഴിക്കണം. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. നമ്മുടെ പാൻ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ജസ്റ്റ് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കുക. അത് നിർബന്ധമില്ല. നോൺ സ്റ്റിക്കൊക്കെ ആണെങ്കിൽ ശരിക്കും വേണ്ടി വരില്ല. ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിക്കാം. ഇത് പരത്താൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ സാധാരണ പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്പൂൺ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് ഇത് പയ്യൊന്ന് പരത്തി കൊടുക്കാം. നമ്മളിങ്ങനെ പരത്തുമ്പം സ്പൂൺ ഈ അപ്പത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളത്തിൽ മുക്കുന്നത് ഇടയ്ക്ക്. നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാട്ടോ. ഇത് ഞാൻ ശീലിച്ചേക്കണ ഇങ്ങനെയാണ്. പണ്ടത്തെ ആൾക്കാരൊക്കെ കൈ വെച്ചിട്ടൊക്കെ പരത്തുന്നതാണ്. പക്ഷേ എനിക്കങ്ങനെ അറിയത്തില്ല. ഞാൻ എൻ്റെ മമ്മിയൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടേക്കണേ. ഞാൻ ചെയ്ത് നോക്കിയപ്പം ഇത് എളുപ്പമാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കട്ടിയിൽ ഇത് പരത്തി കൊടുക്കാം. ഇതിൻ്റെ തീ എപ്പോഴും മീഡിയം തീയിലായിരിക്കണം. ഇത് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടി കരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ളൊട്ടും വേവത്തുമില്ല. അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇതിപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കിനി മറിച്ചിട്ട് വേവിക്കാം. ഈ സൈഡ് നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടി ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെടുക്കാം. അത് പെട്ടെന്നാവും, അത്ര സമയം വേണ്ട. ഈ പലഹാരം എന്ന് പറയുന്നത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പം മമ്മി ഉണ്ടാക്കി വെക്കാറുള്ള പലഹാരമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സാധനമാണ്. ഇതിപ്പോഴും ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കാറുണ്ട്.
നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാനും നല്ലതാണ്, അല്ലെങ്കിൽ വൈകുന്നേരം ചായയുടെ കൂടെ ആയാലും കഴിക്കാം. അപ്പം നമുക്കൊന്ന് നോക്കാം. ഈ സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഇവിടെയും നല്ല ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. നമുക്ക് ഇത് എടുത്തൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മുടെ ഗോതമ്പും പഴം കൊണ്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ വളരെ ചെറിയ എമൗണ്ടിലാണ് ഇത് കാണിച്ചു തന്നേക്കുന്നത്. ഈ ഒരു എമൗണ്ട് വെച്ചിട്ട് 5 അല്ലെങ്കിൽ 6 മീഡിയം സൈസ് അപ്പം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടി ഉണ്ടാക്കണം. ഈ അപ്പം നല്ല ടേസ്റ്റാണ്. നമ്മുടെ പഴവും ശർക്കരയും ഒക്കെ കൂടി കൂടുമ്പം നല്ല അടിപൊളിയാണ് ടേസ്റ്റ്. അപ്പം എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് പറയണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.